ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ജനുവരി 10 ആണ്. സോ നമുക്കിന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ മാത്സിൽ 3 ഡയമെൻഷണൽ ജോമെട്രി, ഫിസിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിനും പിന്നെ കെമിസ്ട്രിയിലെ ഏതൊരു ചാപ്റ്റർ ടൈമിനനുസരിച്ച് പഠിക്കണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ടൈം 10:45 ആവാനായിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ മാത്സ് ആണ് പ്രിപ്പയർ ചെയ്തത്. മാത്സിലെ കോൺസെപ്റ്റ് റിവൈസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലെ ഷോർട്ട് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. സോ ഇനി മാത്സിലെ ഈ ചാപ്റ്റർ ഞാൻ ഫ്രഷ് ആയിട്ടാണ് പഠിക്കുന്നത്. സോ അതിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഐഡിയ ഇല്ല. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 3Dയുടെ ഒരു വൺ ഷോട്ട് സീരീസ് ഞാൻ കണ്ടു. ഇത് കീം 2023 ഇക്ബാൽ എന്ന് പറഞ്ഞ സാറിൻ്റെ ലൈവാണ്. സോ ഇത് ഈ സാർ ഒരു IITN ആണ്. സോ കുറച്ച് ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ സാറ് ചെയ്യൽ. സോ അതുകൊണ്ടാണ് ഈ ക്ലാസ് ഞാൻ തിരഞ്ഞെടുത്തത്. സോ പിന്നെ ക്ലാസ് ചെയ്തിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉള്ളതൊക്കെ തീർക്കണം. അതായത് പ്ലെയിനും പിന്നെ കെമിസ്ട്രിയിലെ ഏതൊരു ചാപ്റ്ററും കൂടി ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഞാൻ ഫ്രഷ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇങ്ങനെ ഫസ്റ്റ് ഞാനൊന്ന് റിവൈസ് ചെയ്ത് പിന്നെ അതിൻ്റെ ശേഷം ഒരു വൺ ഷോട്ട് സീരീസ് ഇതേപോലെ ക്വസ്റ്റ്യൻ അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പിന്നെയാണ് PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ് ഉണ്ട്. അവരെ കീം 24 PYQ അവരെ ഹെൽപ്പോട് കൂടി, അതായത് അവർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് എഴുതി കിട്ടുന്നുണ്ടോ നോക്കും, ഇല്ലെങ്കിൽ അത് കാണും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യൽ. കീം 2024 ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെയാണ് സോൾവ് ചെയ്യൽ. അങ്ങനെ ഒരു 12:15 നമ്മൾ മാത്സിൻ്റെ ക്ലാസ്സസിലെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ചെറിയൊരു പണി ഉണ്ടായിരുന്നു. വീട്ടിൽ കൊപ്ര ആട്ടാനുണ്ടായിരുന്നു. സോ അത് ആട്ടാൻ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ 2 മണിയായപ്പോൾ നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് പഠിക്കാമെന്ന് വെച്ചു. സോ മോഷൻ ഇൻ എ പ്ലെയിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഷൻ ഇൻ എ പ്ലെയിൻ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ട്രിക്കി ചാപ്റ്ററാണ്. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി സ്ട്രൈറ്റ് ലൈൻ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. സോ നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ ചെയ്ത് നോക്കാം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്ട്രൈറ്റ് ലൈൻ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ട്രിക്കിയാണ്. സ്ട്രൈറ്റ് ലൈൻ നല്ല ഈസി ചാപ്റ്ററാണ്. സോ ഒരു കീമിന് നമുക്കൊരു ഒരു ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. കൂടുതൽ ചില ഷിഫ്റ്റിൽ രണ്ട് ഷിഫ്റ്റിലാണ് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ഷിഫ്റ്റിലും ഓരോ ക്വസ്റ്റ്യനാണ് മോഷൻ ഇൻ എ പ്ലെയിനിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ വന്നിട്ടുള്ളത്. സോ കണ്ടൻറ്റ് വൈസ് കുറച്ചുകൂടി മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി അധികമാണ് പ്ലെയിനിൽ പഠിക്കാനുള്ളത്. അങ്ങനെ ഒരു 4 മണിയായപ്പോൾ നമ്മൾ മോഷൻ പ്ലെയിൻ സ്റ്റോപ്പ് ചെയ്തു. ഫുള്ള് കംപ്ലീറ്റ് ആയില്ല, പക്ഷേ നമ്മൾ 2015 വരെ 24 തൊട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തു. മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ നിന്നില്ല. പിന്നെ ആട്ടാൻ കൊടുത്ത കൊപ്ര എടുത്തു കൊണ്ടുവരാണ്ടായിരുന്നു. അത് കൊണ്ടുവരുന്ന വഴിക്ക് ഒരു കാപ്പിയും കുടിച്ച് നേരെ ജിമ്മിൽ കയറാമെന്ന് വെച്ചു. എന്തായാലും വഴിക്ക് വന്ന കാരണം ഇന്ന് രാത്രിയാണ് പോകല്. സോ ഒന്ന് പകൽ പോകാമെന്ന് വെച്ചു. സോ അങ്ങനെ ജിമ്മിൽ കയറി. ജിമ്മ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ബൂസ്റ്റ് കുടിച്ചു, ഒരു എനർജിക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു, രാത്രിക്കുള്ള ഫുഡ് കഴിച്ചു. പിന്നെ ഒരു 7:15 ആയപ്പോൾ നമ്മൾ കെമിസ്ട്രി പഠിക്കാനിരുന്നു. അങ്ങനെ കെമിസ്ട്രി പഠിക്കാനിരിക്കുമ്പോഴാണ് എഡ്യൂബോട്ടിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. കീം 26 പറ്റിയിട്ടുള്ളൊരു വെബിനാറായിരുന്നു. സോ അത് അറ്റൻഡ് ചെയ്തു. കുറച്ച് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരുന്നു. പുതുതായിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയൊന്നുമില്ല. പക്ഷേ അവരുടെ മെയിനായിട്ട് അവരൊരു ബാച്ചിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു ലൈവായിരുന്നു അത്. സോ അത് കണ്ടു കഴിഞ്ഞ് പിന്നെ കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചു. സ്ട്രക്ചർ ഓഫ് ആറ്റം കുറച്ച് കണ്ടൻറ്റ് വൈസ് കുറച്ച് അധികമാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് ഈസിയാണ്. നോക്കി ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസാണ് കൂടുതലുള്ളത്. ചിലത് ചെയ്യാൻ തന്നെ ഉള്ളതുണ്ട്. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ക്വാണ്ടം നമ്പേഴ്സ് ബേസ് ചെയ്തിട്ടും ബോർ മോഡലിൽ ആറ്റത്തിൻ്റെ റേഡിയസ് അങ്ങനത്തെ പാരാമീറ്റേഴ്സ് ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. സ്ട്രക്ചർ ഓഫ് ആറ്റം ഫുള്ള് കംപ്ലീറ്റ് ആയില്ല, പക്ഷേ ടൈം ആയതുകൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ കോളേജിൻ്റെ ബ്ലോഗ്സൊക്കെ ഇടയ്ക്ക് രാത്രി നിന്നുള്ള കാണലുണ്ട്, ജസ്റ്റ് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഒരു 10:15 ആയപ്പോൾ നമ്മൾ മാത്സ് സ്റ്റാർട്ട് ചെയ്തു. മാത്സിൽ നമ്മൾ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ് റെഫർ ചെയ്തിട്ടാണ് 24 PYQ നമ്മൾ ചെയ്യുന്നത്. സോ ഗൈസ്, അങ്ങനെ കീം 24 3Dയുടെ ക്വസ്റ്റ്യൻസ് ഇനി ഫുള്ള് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻസ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ അത് ഫുള്ള് കംപ്ലീറ്റ് ആവും. പക്ഷേ ഇനി ചെയ്യുന്നില്ല. ഇപ്പോൾ ടൈം 12 മണി കഴിഞ്ഞു. ഇനി വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്ലോഡിങ്ങിന് വിഷയമല്ല, എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 12:30 ആവും. സോ അതുകൊണ്ട് പിന്നെ അത് നമുക്ക് ഇരിക്കണില്ല. ഇതിൽ നമുക്കൊരു ഷോർട്ട് ഡിസ്റ്റൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തിയറി അറിയാത്തതുകൊണ്ട് അവിടെ അതിൻ്റെ പോർഷൻ്റെ ക്ലാസ്സും തപ്പിപ്പോയി. അങ്ങനെ കുറച്ച് സമയം പോയി. അല്ലെങ്കിൽ ഇതും കൂടി കംപ്ലീറ്റ് ആക്കാമായിരുന്നു. സോ 3D ഒരു ഈസി ചാപ്റ്ററാണ്. കുറച്ച് തിയറി പഠിക്കേണ്ടുള്ളൂ, പക്ഷേ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ഒരു 1-2 മിനിറ്റൊക്കെ എടുക്കും ചെയ്തു വരാൻ. സോ അത്രയേ ഉള്ളൂ. സോ ഇന്നത്തോടു കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ സ്റ്റഡീസ് അവസാനിപ്പിക്കുകയാണ്.
ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.